2016 കോളിവുഡ് ഹിറ്റ് പടം തെറി 2024 ലെവലിലാണ് കാലി എണ്ണം പണി വെച്ചിരിക്കുന്നത്. തമിഴിൽ ഹിറ്റ് അടിച്ചതുകൊണ്ട് ബോളിവുഡിൽ ബ്ലോക്ക് ബസ്റ്റർ ആക്കാന്നും പറഞ്ഞ് ഊമ്പിപ്പോയ ഈ പടത്തിലുള്ളത് തമിഴിൽ നിന്നും മലയാളി നടിയായ കീർത്തി സുരേഷ്, ജാഫർ സിദ്ദീഖ്, ബോളിവുഡിൽ നിന്നും വരുൺ ധവാൻ, ജാക്കി ഷ്രോഫ്, പിന്നെ വേറെ കുറെ തപ്പറച്ചുകളും. ഈ എന്തോന്നറ എവിടെ നിന്നോണ്ട് തെയ്യം കളിക്കണം. സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതുകൊണ്ട് മുഴുവൻ ഇനി പ്രത്യേകിച്ച് വിവരിക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചുള്ള മലയാള സ്ലാങ്ങാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഉള്ളത് പറയാമല്ലോ, ഈ പടത്തിൽ ആകെ മെനയുള്ളത് ഇതാണ്. അങ്ങനെ വില്ലന്മാരെല്ലാം കൂടി വീട്ടിൽ വന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. ഇവനെന്താണ് ഒരുമാതിരി മുണ്ടിന്റെ ഇടയിൽ കട്ടറും പേറി സാമാനത്തിൽ കടിയുണ്ട മാതിരി കിടന്ന് പൊളകണത്. ഇവിടെ ഒരുത്തൻ തുണി പറിച്ച് അടി കൂടുമ്പോൾ വേറെ എവിടെ ആയിരുന്നു അണ്ണനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ചെറിയ സിനിമയിൽ പുള്ളിക്കാരെ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണെങ്കിൽ ഇതിൽ ഈ സാമാനം ഇരുന്ന് റിസർച്ച് ചെയ്യുന്നത് ഏതിലാണെന്ന് അറിയാമെന്ന് പറഞ്ഞേ. അങ്ങനെ അവിടുത്തെ ഫൈറ്റ് പൊരിഞ്ഞ മഴയത്ത് നടക്കുമ്പോഴാണ് അതിലൊരുത്തനെ ബ്രോക്ക് ലെസ്നറിന്റെ ജർമ്മൻ സപ്ലക്സ് അടിക്കുന്ന മാതിരി അണ്ണ മലത്തി അടിക്കുന്നത്. എന്നാൽ ഇത്രയും മഴ വീണതിന്റെ ഇടയ്ക്ക് ആ തീ അങ്ങനെ നിർത്താതെ കത്തിയാന്തോ. നാശാന്റെ പഴയ ഫ്ലാഷ് ബാക്ക്, സോങ്, പെണ്ണ് കാണല്. ഈ പെണ്ണ് കാണല് മുടങ്ങാൻ കാരണം പെണ്ണിന് ഇഷ്ടപ്പെടാത്തോണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. താണ്ട ഈ പെണ്ണുമ്പിള്ള പല്ലും തേക്കാതല്ലേ അങ്ങോട്ട് തള്ളിക്കൊണ്ട് കയറി കൊടുത്തത്. മിക്കാറും അതങ്ങണമായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ അണ്ണന്റെ ട്രൂ ലവിനെ കണ്ടുപിട്ടി ഒരു മൂഞ്ചി ഐറ്റ സോങ്ങിന് ശേഷമാണ് മറ്റേ റേപ്പ് കേസിന് ഒരുത്തിനെ തീർക്കുന്നത്. തമിഴിൽ ഒരുത്തിനെ കൊന്നിട്ട് പാലത്തിൽ കെട്ടി തൂക്കിയിട്ടപ്പോ ഇവിടെ ഒരുത്തനെ ആരുടെ പശുവിന് തിന്നാൻ കൊണ്ടിട്ടിരുന്ന വൈക്കോലിലിട്ട് കത്തിച്ച് KFC ആക്കുന്നു. എന്തോന്നാണ് ഇത്, വക്ക ചിക്കനാ മൈരി. അങ്ങനെ കുറ്റം സ്വയം ഏറ്റെടുത്ത് മറ്റേ സാമാനെടുത്ത് വായിലിട്ടിട്ട് പഴയ ഫ്ലാഷ് ബാക്കിൽ നിന്നും പുതിയതിലോട്ട് വരും. അങ്ങനെ ഒന്ന് രാത്രി വന്നവന്മാരുടെ ശവം കൊണ്ട് തോട്ടി കളഞ്ഞപ്പോഴാണ് ഒരുത്തൻ കുറവുണ്ടെന്ന് അറിയുന്നത്. അപ്പോഴാണ് അടുത്ത ടിസ്റ്റ്. ടീച്ചർ എന്നും പറഞ്ഞ് ഇത്രയും നേരം അഭിനയിച്ചവള് No, comedy is a serious business. സാധാരണ കോമഡി പീസായിരുന്ന ഇങ്ങനെയൊക്കെ ഈ സിനിമയിൽ കുറച്ചു നേരമെങ്കിലും ടെറർ കാണിച്ചപ്പോ 6 പാക്ക് ബോഡിയും വെച്ചോണ്ട് ഈ മൈരത് എന്തിനാണ് എന്തോ കാണിച്ചു വെച്ചേക്കണത് പാറി. അങ്ങനെ ആ ഫൈറ്റിന് ശേഷം ആ വീട്ടിലുള്ള എല്ലാരും തട്ടിക്കൊണ്ടുപോയി കഥാനായകനെ വിളിക്കുന്ന വിൽ ഇതെന്തോന്നാ മഞ്ഞൾ തേച്ച സിംഹപാലം കുരങ്ങ. എന്നിട്ട് ഈ കുരങ്ങൻ അല്ല വില്ലൻ പറയുന്ന സ്ഥലത്തോട്ട് വരാൻ പറയും. ഇതിനിടയ്ക്ക് മറ്റേ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഒരുത്തനെ തള്ളിയിട്ട് കൊല്ലും. അങ്ങ് തമിഴിൽ ചത്തവന്റെ മുന്നിൽ ഈ പയ്യൻ തിന്നത് 5 സ്റ്റാർ ആണെങ്കിൽ ഇവിടെ ഈ കൊച്ചെറുക്കനെ കൊണ്ട് തീറ്റിക്കുന്നത് ബേബി മിൽക്ക്. എന്തോന്നാണ് ഇതൊക്കെ. നേരത്തെ ഗൂഗിളിന് പകരം വേറെന്തര കോണാത്തിലെ ബ്രൗസർ കാണിക്കുന്നുണ്ട്. ഇപ്പം ഡയറി മിൽക്കിന് പകരം ബേബി മിൽക്ക്. അങ്ങനെ കഥാനായകൻ വന്നു എല്ലാണത്തിനെ അറിഞ്ഞ പുറഞ്ഞ എടുത്തിട്ട് കൊണവതിച്ച് വെച്ചിട്ട് തട്ടിക്കൊണ്ടുവന്ന പെൺപിള്ളേരെ വെച്ച് കാറ്റുപോയ ബലൂണിനെ കുത്തിപ്പൊട്ടിക്കുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷം IPL ലേലം വിളിക്കുന്ന മാതിരി കപ്പലിൽ വെച്ച് പെൺവാണിപത്തിന് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷണ്ടി കൊണാപ്പന്റെ അടുത്ത് നമ്മുടെ പഴയ 3 ഏജന്റുമാരെ കൊണ്ടുവന്ന് നിരത്തി വെക്കുമ്പോഴാണ് അടുത്ത മുന്തിയനെ ഇനിയുണ്ടെന്ന് അറിയുന്നത്. പിന്നെ വലിയ പുള്ളിയാണല്ലോ. അതുകൊണ്ട് പിന്നെ രണ്ടും കൂടെ അവിടെ നിന്ന് ബാക്കി എല്ലാണത്തിനെ കൊന്നിട്ട് 2.5 മണിക്കൂർ സഹിച്ചതിന് ശേഷം 1.5 കൊല്ലത്തെ മുഴുവൻ ആശംസകളും പറഞ്ഞ് പണം തീർക്കുന്നു. 180 കോലിക്കെടുത്ത പടം. 50 രൂപയുടെ ഡയറി മിൽക്ക് ഗൂഗിൾ ക്രോമിന്റെ ലോഗോയെ കാണിക്കാൻ വയ്യ.